കൃഷ്ണമോളുടെ പേടി മാറാൻ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു. അതാ അമ്മ മുത്തശ്ശിയും കൂട്ടി വന്നത്. ഞാൻ പറഞ്ഞതല്ല, ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞതാ. അത് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അമ്മ പറയേ. നാളെ ശിവരാത്രിയാ. ശിവരാത്രി വ്രതം എടുക്കണം, അതും നിരാഹാര വ്രതം. ഇവിടെ സകല ദേവതകളെയും തൃപ്തിപ്പെടുത്താനായി ചില കർമ്മങ്ങളൊക്കെ നടത്താനുണ്ട്. അതിലെല്ലാത്തിലും വ്രതമെടുത്ത് മുൻപന്തിയിൽ തന്നെ നിൽക്കണം. ഉറക്കമിളച്ച് ശിവരാത്രി വ്രതം നോക്കിയതിനു ശേഷം അതിരാവിലെ നവീനുമായി ഒരുമിച്ച് ക്ഷേത്ര ദർശനം. അതോടെ ശിവപ്രീതി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നാഗദൈവങ്ങളെ സംബന്ധിക്കുന്ന ദോഷം അതോടുകൂടി ഇല്ലാതാവും. നാഗപൂജിതനാണല്ലോ പരമേശ്വരൻ. ഇന്ന് ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെയ്യുന്നതും ചെയ്യാത്തതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ചെയ്യാം. എന്റെ ഈ പേടി മാറുമെങ്കിലും എല്ലാവർക്കും എന്നോട് പഴയതുപോലെ ഇഷ്ടം ഉണ്ടാവുമെങ്കിലും മുത്തശ്ശി പറയുന്ന ഏത് ചടങ്ങിനും ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഗാഥ സമ്മതിക്കുമെന്ന്. സമ്മതമല്ല, പൂർത്തിയാക്കലാണ് പ്രധാനം. ഞാൻ പൂർത്തിയാക്കും. ഇത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം, നവീന് വേണ്ടിയാണെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണെന്നും എനിക്കറിയാം. എനിക്ക് എന്റെ നവീനോടൊപ്പം ജീവിക്കണം, കൊതി തീരുന്നത് വരെ ജീവിക്കണം. പക്ഷെ വാക്ക് പാലിക്കണ്ടേ? സത്യസന്ധത കാണിച്ചില്ലേ പറ്റൂ. അതുകൊണ്ടൊക്കെ ഉരുക്കി കഴിയ പാവം. എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കുഴങ്ങി പോകുന്നത് നമ്മൾ തന്നെയാ. കൃഷ്ണമോളുടെ അടുത്ത് ചെന്നിരുന്ന ഒരാശ്വാസ വാക്ക് എന്താ പറയാനുള്ളത്? ഒരിക്കലും ശരിയാവില്ലെന്ന് ഉറപ്പുള്ളൊരു കാര്യം ശരിയാവും പറഞ്ഞ് പറ്റിക്കാൻ പറ്റുമോ അതിന്? കൃഷ്ണ കുറച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളും. തങ്കം കഴിക്കാൻ വന്നേ. വേണ്ട ഗോപാല, അവള് പട്ടിണി കിടക്കുമ്പോ എനിക്കിറങ്ങില്ല. ആ സുനന്ദേ, നിങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്കുള്ളത് അവിടെ മൂടി വെച്ചിരുന്നാ മതി. കുറച്ച് കഴിയുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് കഴിപ്പിച്ചോളാം. കൂട്ടത്തിൽ ഞാനും കഴിച്ചോളാം. തങ്കേച്ചി, ഒറ്റയ്ക്കായി പോയാലേ അതിന്റെ ചങ്ക് തകർന്നു പോകും. ഗോപാലമ്മ, നമുക്ക് പോവാം. മോളെ, എന്താ അമ്മേ? ഗോപാല, ഇന്ന് മോളെ ലോട്ടറി വിൽക്കാൻ കൊണ്ടുപോണ്ട. അതെന്താ? ഇന്ന് നീ ശിവരാത്രി നോയമ്പ് എടുത്തിരിക്കല്ലേ, ഒന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ഈ നട്ട വെയിലിൽ എന്തെങ്കിലും തളർച്ച വന്നാ അവിടെ വീണു പോവും.
അത് ശരി. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു നോയമ്പിന്റെ വിഷയം ഉണ്ടായിരുന്നോ? എല്ലാ വർഷവും ഞാനും ഇവിടെ എടുക്കാറുള്ളതാ. എന്നിട്ട് ഏതെങ്കിലും വർഷം അമ്മ പറയുന്നത് പോലെ ഞാൻ തളർന്നു വീണിട്ടുണ്ടോ? ഇന്നൊരു ദിവസം പോകണ്ടെന്ന് വെച്ചാ എന്താ കുഴപ്പം? അമ്മ പറയുന്ന കേക്ക് മോളെ. ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നു. എന്റെ ഗോപാലമാമ, എനിക്ക് ഒരു കുഴപ്പമില്ല. നാട്ടിലായിരിക്കുമ്പോ ശിവരാത്രി നോയമ്പ് എടുത്ത ദിവസം ഞാൻ കബഡി കളിക്കാൻ പോയിട്ടുണ്ട്, കളം വരയ്ക്കാനും പോയിട്ടുണ്ട്. ഒരുമാതിരി ഭാരപ്പെട്ട എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നില്ലാത്ത തളർച്ച ഇന്നിങ്ങ് കേറി വരാൻ പോവല്ലേ. അല്ല മോളെ, ഗോപാലമാമനൊരു കാര്യം ചെയ്യേ. ശിവരാത്രിക്ക് പ്രാധാന്യമുള്ള ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല ആളും ഉണ്ടാവും. അയ്യോ, അല്ലെങ്കിൽ അത് വേണ്ട. അങ്ങനൊരു അമ്പലം പിടിച്ച് തെരഞ്ഞു വരുമ്പോഴായിരിക്കും നവീൻ അങ്ങോട്ട് വരുന്നത്. എന്തായാലും നമുക്ക് ബീച്ചിലോ മറ്റോ പോവാം. സ്കൂളൊക്കെ അവധിയല്ലേ, നല്ല ആളും കാണും. എന്തായാലും ഞാൻ റെഡിയാ. എന്താ തങ്കം? ഇനിയിപ്പൊ ഞാനെന്ത് പറയാനേ? പറഞ്ഞതൊക്കെ അവള് ചുരുട്ടി മടക്കി ഒടിച്ചു കളഞ്ഞില്ലേ? എന്റെ ഗോപാല, ഇവക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നിയാല് ഒന്നിങ്ങോട്ട് വിട്ടേക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ക്ഷീണിച്ചു വരുന്നത് അമ്മ കണ്ടത് തന്നെ. ആ, എന്റെ ഗോപാലമ്മ വണ്ടി എടുത്തേ. ഇനി ഇവിടെ നിന്നാലേ അമ്മയുടെ ശിവരാത്രി കഥയും നോയമ്പ് കഥയും എല്ലാം കൂടെ കേൾക്കേണ്ടി വരും. ആ, നോയമ്പ് ഞാൻ ഭംഗിയായിട്ട് പാലിച്ചോളാം. അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടല്ലോ. ഞങ്ങൾ പോയിട്ട് വരാമേ. ശരി മോളെ. വാ ഗോപാലമ്മ.